CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 3 അപ്ഡേറ്റുകളാണ്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ മജീഷ്യനായ അഡ്രിയാൻ ലൂണയുടെ ട്രാൻസ്ഫറുമായി അനുബന്ധിച്ചുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ക്ലബ്ബ് വിട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ SD ആയ അഥവാ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് പറഞ്ഞ വാക്കുകളാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് ആയി പരിഗണിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ അടുത്ത പരിശീലകനെ കുറിച്ചുമുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ലൂണയെ കുറിച്ചാണ്. നമുക്കറിയാം, നിലവിൽ ഈ ഒരു സീസൺ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് FC-യിൽ ലൂണയ്ക്ക് അവസരമുണ്ട്. ലൂണയുടെ കരാർ 2025 വരെ കേരള ബ്ലാസ്റ്റേഴ്സ് FC കഴിഞ്ഞ മാസം മുന്നേ നീട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ISL-ലെ തന്നെ ഒരു വമ്പൻ ക്ലബ്ബായ FC ഗോവ രംഗത്തുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാനായി FC ഗോവ എന്ന ISL ക്ലബ്ബ് താരത്തിന് മുന്നിൽ നല്ലൊരു ഓഫർ മുന്നോട്ട് വെച്ചതായിട്ടാണ് മലയാള മാധ്യമമായ മലയാള മനോരമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, മലയാള മനോരമ എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഒരു മീഡിയ പാർട്ട്ണർ കൂടിയാണ്. ഏതായാലും മലയാള മനോരമ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ ബാക്കിയായി പറയുന്നത് താരം ഇതുവരെ ആയിട്ടും FC ഗോവയുടെ ഓഫറിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ്. പരിശീലകനായിരുന്ന ഇവാൻ വുക്കോമാനോവിച്ച് ക്ലബ്ബ് വിട്ട് നെട്ടലിൽ നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ലൂണയെ കൂടി നഷ്ടപ്പെട്ടാൽ അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. നമുക്കറിയാം, അഡ്രിയാൻ നിക്കോളാസ് ലൂണ എന്ന ഈ ഒരു സൂപ്പർ താരം 3 വർഷം മുമ്പായിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അന്നു മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു ലൂണ എന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻസിയും ലൂണയുടെ കയ്യിൽ അതിനുശേഷം എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ ഒരു ISL-ന്റെ 10ാമത്തെ സീസണിൽ പരിക്ക് കാരണം ലൂണയെ ബ്ലാസ്റ്റേഴ്സിന് ഏറെ മത്സരങ്ങൾ നഷ്ടമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിനായി 3 സീസണിലായി 53 മത്സരങ്ങൾ കളിച്ച ലൂണ 13 ഗോളുകളും 17 അസിസ്റ്റും ഇതിനോടകം തന്നെ ക്ലബിന് വേണ്ടിയിട്ട് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് FC-ക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ പരിശീലകൻ അഥവാ ഇവാൻ ക്ലബ്ബ് വിട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ SD കരോലിസ് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് ഇവാൻ വുക്കോമാനോവിച്ച് ക്ലബ്ബ് വിട്ടു എന്ന വിവരം പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിനുശേഷം കരോലിസ് പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ വളർച്ചയിൽ കഴിഞ്ഞ 3 വർഷം ഇവാൻ വുക്കോമാനോവിച്ച് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇക്കാലയളവിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇവാൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാമാണ് ഇവാൻ വുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് വിട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ SD ആയ കരോലിസ് പറഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ തുടർച്ചയായി 3 സീസണുകളിൽ പ്ലേ ഓഫിൽ എത്തിക്കാനും 1 സീസണിൽ ഫൈനലിൽ എത്തിക്കാനും ഇവാൻ വുക്കോമാനോവിച്ച് തന്നെയായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഇനി അങ്ങോട്ട് ആശാന് പകരം ആരായിരിക്കുമെന്ന് അറിയാനാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും ആകാംക്ഷ. ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിൽ ഇനി ആരാവും പരിശീലകൻ എന്നതാണ്. മാക്സിമസ് എന്നൊരു മാധ്യമം ഇപ്പോൾ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC നിലവിലെ FC ഗോവയുടെ പരിശീലകനായ മനോളോ മാർക്കസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഏതായാലും നമുക്ക് മാക്സിമസിന്റെ ആ റിപ്പോർട്ടിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് FC മനോളോ മാർക്കസ് എന്ന നിലവിലെ FC ഗോവയുടെ പരിശീലകനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന ISL-ന്റെ 11ാമത്തെ സീസണിന് ഇവാന് പകരമായി കൊണ്ട് മനോളോ മാർക്കസിനെ ടീമിലേക്ക് എത്തിക്കാനാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ISL-ന്റെ 10ാമത്തെ സീസണിന്റെ അവസാനം ഗോവ വിടാനാണ് മനോളോ മാർക്കസിന്റെ ആഗ്രഹവും. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.